ഞങ്ങളും വരുന്നു കൃഷിയിലേക്ക്. ഇതാണ് ഞങ്ങളുടെ കൃഷിസ്ഥലം. കൃഷി ചെയ്യുക. ഇന്ത്യയിലെ ഒന്നാമത്തെ ഭിന്നശേഷി ഗ്രാമമാണിത്. ഞങ്ങൾ ഭിന്നശേഷിക്കാരായതുകൊണ്ട് നനക്കാനും മറ്റും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഹൈടെക് രീതിയിലാണ് ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. 2 കൈ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ലേ? 2 കൈ കൊണ്ട് ഒന്ന് ശരിക്കും അങ്ങനെ ഇപ്പോൾ ശരിയാണ്. ഞാൻ ഭിന്നശേഷി ഗ്രാമത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളിവിടെ ഭിന്നശേഷി ഗ്രാമത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുകയാണ്. 1 ലക്ഷം രൂപ ലോൺ എടുത്തുകൊണ്ട് ആണ് ഇപ്പോൾ കൃഷിയിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചേർത്തിരിക്കുന്നത്. ഞങ്ങൾ ഭിന്നശേഷിക്കാരായതുകൊണ്ട് നനക്കാനും മറ്റും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഹൈടെക് രീതിയിലാണ് ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്വിച്ചിട്ടാൽ തന്നെ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചെടികളുടെ കൃഷി സ്ഥലത്ത് എത്തുകയും അത് വളരെ ഞങ്ങളെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ തന്നെ കൃഷിയിൽ വെള്ളം ചെല്ലുന്ന സംവിധാനമാണ് ഹൈടെക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ സിജിമോള്. ഞങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഭിന്നശേഷി കുടുംബശ്രീയിൽ ADS-ലും CDS-ലും ഞങ്ങൾ അഫിലിയേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സത്യസായി ഗ്രാമം ADRF-ൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ പ്രേംസായി ഹരിദാസ് സാറ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ സാറാണ് നമ്മളെ ഈ ഗ്രാമത്തിലോട്ട് ഞങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ചേർത്തല സത്യസായി ഗ്രാമമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പം ഈ ക്യാൻസൽഡ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു പച്ചക്കറി കൃഷിയിലോട്ട് ഞങ്ങൾ തിരിഞ്ഞിട്ടുള്ളത്. കൃഷിയിൽ നിന്ന് ആശയത്തിലോട്ട് നമ്മൾ വന്നിട്ടുള്ളത് വെറൈറ്റി ഫാർമർ സുജിത്താണ് ഇതിൻ്റെ എല്ലാം നമ്മുടെ കൂടെ സപ്പോർട്ട്. പിന്നെ നമുക്ക് സപ്പോർട്ടീവായിട്ട് പ്രേംസായി സാറും അതുപോലെ ഈ സ്ഥലം തന്ന് നമ്മളെ സഹായിച്ചിട്ടുള്ള നവറോജി എന്ന സാറാണ്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇപ്പം എല്ലാവരും തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ വഴുതന, വെണ്ട, ചീര, പച്ചമുളക്, ബജ്ജിമുളക്, പിന്നെ ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്. അതിൽ ഞങ്ങൾ മത്സ്യകൃഷിയും ചെയ്യുന്നുണ്ട്. അതെ, ഇന്ത്യയിലെ ഒന്നാമത്തെ ഭിന്നശേഷി ഗ്രാമമാണിത്. ഞാനാണ് ആ ഗ്രാമത്തിൻ്റെ സെക്രട്ടറി. ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. സായി അഗ്രിവർഷ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവർ ഇന്നൊരു കൃഷിക്കൂട്ടം രൂപീകരിച്ച് സത്യസായി സേവാ സംഘടനയുടെ കൂടി സഹായത്തോടു കൂടി അവർ കൃഷിയിടങ്ങളിലേക്ക് ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകളുടെ മുൻകൈയിൽ ഒരു കൃഷിക്കൂട്ടം ആദ്യമായിട്ടാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. നമുക്ക് ഏറ്റവും മാതൃകാപരമായ ഒന്നാണ് ഈ കാര്യം. ഇവരെല്ലാവരും അസാമാന്യമായ കഴിവുകളുള്ളവരാണ്. പക്ഷേ അവർക്ക് ചില പരിമിതികളും പ്രയാസങ്ങളുമെല്ലാം ഉണ്ട്. ആ പരിമിതികളെല്ലാം അവർ അവഗണിച്ചുകൊണ്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതിന് ഇവരെ നമ്മൾ ആദരപൂർവ്വം നമസ്കരിച്ചേ മതിയാവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കെല്ലാം ഒരു മാതൃകയാണ് ഇവരുടെ ഈ പ്രവർത്തനമെല്ലാം. കൃഷിയിലോട്ട് നമ്മൾ തിരിയാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമാണ് കൂടുതലും ഉള്ളത്. കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മളെ തിരിച്ചറിയുന്നുള്ളൂ. നമ്മുടെ ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയുന്ന വളരെ ചുരുക്കം ആൾക്കാരാണ്. അതുപോലെ ഇവരൊക്കെ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട്, നിങ്ങളാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം വെച്ചാൽ അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് സുജിത്തായാലും പ്രേംസായി സാറായാലും നമ്മുടെ ഈ കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ദൈവം തന്നെയാണ്. അപ്പം നമുക്ക് ഇവരൊക്കെ സപ്പോർട്ടീവായിട്ടുള്ളത് കാരണം നമുക്ക് ഇനിയും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്താണെങ്കിലും ഇതൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ മാറും. ഞങ്ങൾക്ക് എന്താ പറയുക, ഇനിയും ഒരുപാട് കൃഷി മാത്രമല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഫാക്ടറി, ഉപകരണങ്ങളുടെ ഒരു ഫാക്ടറിയൊക്കെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പുനരധിവാസം എന്ന് വെച്ചാൽ നമുക്ക് ഇവരെയൊക്കെ നോക്കാൻ ഭാവിയിലോട്ടൊന്നും ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ അവർക്കൊരു സ്വന്തമായിട്ടൊരു കെട്ടിടം, ഞങ്ങൾക്ക് മീറ്റിംഗ് കൂടാതെ എല്ലാ മാസം എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് നമ്മൾ മീറ്റിങ്ങൊക്കെ കൂടുന്നത്.